ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെയിൻ ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബയോളജിയിൽ നമ്മൾ +2 പോർഷനിലെ ചാപ്റ്റർ 1, 2, 3 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഉള്ളത് ചാപ്റ്റർ 4 റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. +2ൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 6 തൊട്ടാണ് +2ലുള്ളത്. അതിൽ യൂണിറ്റ് 6 റീപ്രൊഡക്ഷൻ. ആ റീപ്രൊഡക്ഷനിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും സ്കൂളിലെ എക്സാമിനൊക്കെ ആയാലും നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസും ടേംസും ഒക്കെ ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളതാണ് അവിടെ പോയിൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ പ്രോബ്ലമും സ്ട്രാറ്റജീസ്, അതായത് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലങ്ങളും പിന്നെ ഗവൺമെൻറ് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറേ സ്ട്രാറ്റജീസും, പിന്നെ 2, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ. പോപ്പുലേഷൻ ഒരുപാട് കൂടുന്നത്, അതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പിന്നെ അതിന് ബർത്ത് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ് ഒക്കെ പറയുന്നുണ്ട് അവിടെ. പിന്നെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസി നമുക്ക് നിർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രഗ്നൻസി വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നിയമപരമായി നമുക്ക് അത് വേണ്ടെന്ന് വെക്കാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതാണ് MTPs എന്ന് പറയുന്നത്. പിന്നെ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസ്, അവരുടെ കുറേ പേരുകളൊക്കെ പഠിക്കാനുണ്ട്. HIV അല്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ പറ്റാത്തൊരവസ്ഥ, ആണിനായാലും പെണ്ണിനായാലും. അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തൊട്ടേ നോക്കാം. യു ഹാവ് ലേൺഡ് അബൌട്ട് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഇൻ ചാപ്റ്റർ 3. ചാപ്റ്റർ 3 നമ്മൾ എന്താണ് റീപ്രൊഡക്ഷനും ഹ്യൂമൻ്റെ റീപ്രൊഡക്ഷനും എല്ലാം ഫംഗ്ഷനും എല്ലാം നമ്മൾ പഠിച്ചു. നൗ ലെറ്റ്സ് ഡിസ്കസ് എ ക്ലോസ്ലി റിലേറ്റഡ് ടോപ്പിക്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ബൈ ദിസ് ടേം? ഈ ടേം കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ദ ടേം സിംപ്ലി റെഫേഴ്സ് ടു എ ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വിത്ത് നോർമൽ ഫങ്ഷൻ, അല്ലേ? സിംപ്ലി പറയുകയാണെങ്കിൽ ആ വാക്കിന് ഇത്ര അർത്ഥമുള്ള എന്താ, ഹെൽത്തി ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗനുകളായിരിക്കണം എല്ലാം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫങ്ഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിലിലെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓർഗനാണ് ടെസ്റ്റിസ്, ഫീമെയിലിലെ ഓവറി. ഇവരുടെ ഫങ്ഷനുകൾ എന്താ, ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടെസ്റ്റിസ് ആണെങ്കിൽ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം അതുപോലെ വേറെ കുറേ ഫങ്ഷൻസും ഉണ്ട്, ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം എന്ത് ഫങ്ഷൻ ആയിക്കോട്ടെ, ഈ ഫങ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, റീപ്രൊഡക്റ്റീവ് ഹെൽത്താണ് എന്ന് പറയും. അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള എല്ലാ ഓർഗനുകളും ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ അവരുടെ ഫങ്ഷനുകളും കൃത്യമായി ചെയ്യുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്താണെന്ന് പറയാം. അതാണ് സിമ്പിൾ മീനിങ് ആ ഒരു ടേമിൻ്റെ. ഹവർ ഇറ്റ് ഹാസ് എ ബ്രോഡർ പെർസ്പെക്റ്റീവ്. പക്ഷേ അതിനൊരു ഒരു കുറച്ചും കൂടി ഒരു വലിയതായിട്ട് ബ്രോഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, ഇൻക്ലൂഡ്സ് ദ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഓൾസോ. ജസ്റ്റ് അത് ഹെൽത്തി ആയിട്ടിരിക്കുന്നതിൻ്റെ ഫങ്ഷൻ ചെയ്യുക മാത്രമല്ല, പിന്നെന്താ, ഇമോഷണലും സോഷ്യൽ, റീപ്രൊഡക്ഷൻ്റെ തന്നെ ഇമോഷണൽ ആസ്പെക്റ്റും സോഷ്യൽ ആസ്പെക്റ്റും എല്ലാം ഉണ്ട്. എന്തെന്ന് പറയുന്നത്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ടേമിൻ്റെ ഉള്ളിൽ ഇമോഷണൽ ആസ്പെക്റ്റ് ഓഫ് റീപ്രൊഡക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷനും ഉണ്ട്. ഇനി എന്താണ് അതെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, reproductive health means a total well-being in all aspects of reproduction, that is physical, emotional, behavioral and social. നമുക്ക് WHO പറയുന്നത് എന്താ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് വെറും ഒരു ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ഓർഗൻസിൻ്റെ ഫിസിക്കൽ ആസ്പെക്റ്റ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെൽബീങ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഓർഗൻസാണ്. പക്ഷെ അത് മാത്രമല്ല റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്, മെൻ്റലി ഉണ്ട്. മെൻ്റൽ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് ഇമോഷണൽ ആൻഡ് ബിഹേവിയർ, അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്റ്റ് ഓഫ് റീപ്രൊഡക്ഷൻ. ഇതിലെല്ലാം എന്തോ ഉണ്ടാവണം, ഒരു ടോട്ടൽ വെൽബീങ് ഉണ്ടാവണം. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഓർഗൻസ് ഒക്കെ നല്ലതായിരിക്കണം, ഫങ്ഷൻ ചെയ്യുന്നതായിരിക്കണം. പിന്നെ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ എന്ന് പറയുമ്പോൾ മെൻ്റലി, അതായത് ഇപ്പം
റീപ്രൊഡക്ഷൻ നടക്കാത്ത അല്ലെങ്കിൽ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഫാമിലിയൊക്കെ ഉള്ള അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ അവർക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും, അവർ ഭയങ്കര അൺഹാപ്പി ആയിരിക്കും, അവർക്ക് എപ്പോഴും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വിഷമം കാണും. അപ്പം അങ്ങനെ ഒരു സൊസൈറ്റീനെ നമുക്ക് ഒരിക്കലും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയാൻ പറ്റത്തില്ല. അവരെന്താ അൺഹെൽത്തിയാണ്. അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. പെണ്ണാണെങ്കിൽ അഴുക്കാണ്, അല്ലെങ്കിൽ ആണാണെങ്കിലാണ് നല്ലത്. പെൺകുട്ടികളൊക്കെ പണ്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ചില സ്റ്റേറ്റിലൊക്കെ പെൺകുട്ടികളാവുണ്ടാകുന്നെങ്കിൽ അവരെ കൊല്ലുന്ന ഒരു രീതി വരെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഗവൺമെൻറ്റ്സ് അതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊന്നും നടക്കാത്തത് ഇപ്പം. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ തിരിച്ച് കാണുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ നമുക്ക് അവരെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം എല്ലാ ആസ്പെക്ട്സിലും, മെൻ്റലായിക്കോട്ടെ ഫിസിക്കലായിക്കോട്ടെ, എല്ലാ ആസ്പെക്ട്സിലും എങ്ങനെയായിരിക്കണം, സോഷ്യലായിക്കോട്ടെ, ഒരു ടോട്ടൽ വെൽബീയിങ് ഉള്ള സൊസൈറ്റീനെ മാത്രമേ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലേ ആ സൊസൈറ്റി റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആണെന്ന്, അല്ലെങ്കിൽ ആ പേഴ്സൺ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. Therefore, a society with people having physically and functionally normal reproductive organs and normal emotional and behavioral interactions among them in all sex-related aspects might be called reproductively healthy. അപ്പോൾ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? ഒരു സൊസൈറ്റി വിത്ത് പീപ്പിൾ, ഒരു സൊസൈറ്റിയിൽ കുറേ ആളുകളുണ്ടെങ്കിൽ ആളുകൾക്കൊക്കെ എങ്ങനെയായിരിക്കണം? അവർ ഫിസിക്കലി മാത്രമല്ല നോർമൽ ആവേണ്ടത്, അവർ മെൻ്റലിയും സോഷ്യലിയും ഒക്കെ എന്തായിരിക്കണം? അവർക്ക് ടോട്ടൽ വെൽബീയിങ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ സൊസൈറ്റീനെ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഒന്നും പിടികിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളിനി ഈ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഓരോ പ്രോബ്ലംസൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറേയും കൂടെ മനസ്സിലാകും എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് മീൻ ചെയ്യുന്നത്. വൈ ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ് ടു മെയിൻറ്റെയിൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? എന്തുകൊണ്ടാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്? ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് ടേക്കൺ അപ്പ് ടു അച്ചീവ് ഇറ്റ്? എന്തൊക്കെ മെത്തേഡ് വഴിയാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അച്ചീവ് ചെയ്യുന്നത്? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ്, അതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഇന്ത്യ വാസ് എമംഗ് ദ ഫസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ടു ഇനീഷ്യേറ്റ് ആക്ഷൻ പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ് അറ്റ് എ നാഷണൽ ലെവൽ ടു അറ്റൈൻ ടോട്ടൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആസ് എ സോഷ്യൽ ഗോൾ. ടോട്ടൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉണ്ടാകാൻ വേണ്ടി കുറേ ആക്ഷൻ പ്ലാനുകളും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാക്കിയ രാജ്യങ്ങളിൽ ഏറ്റവും മുൻപിൽ ഉണ്ടായിരുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ ആദ്യം ഈ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യ. These programs called family planning were initiated in 1951 and were periodically assessed over the past decade. ഈ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഇറക്കിയ പ്രോഗ്രാമിനെ വിളിച്ച പേരെന്താ? ഫാമിലി പ്ലാനിങ് എന്നാണ്. ആൻഡ് അവർ ആ ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തേ, ഈ വർഷങ്ങളിൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അത് നടത്താൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇംപ്രൂവ്ഡ് പ്രോഗ്രാംസ് കവറിംഗ് wider reproduction related areas are currently in operation under the popular name reproductive and child health care programs. ഇപ്പോൾ ഈ റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ഉള്ള ഏരിയാസ് എല്ലാം ഇന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്ന പേരിൽ RCH അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് പീപ്പിൾ അബൌട്ട് വേരിയസ് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ് ആൻഡ് പ്രൊവൈഡിംഗ് ഫെസിലിറ്റീസ് and support for building up a reproductively healthy society are the major task under these programs. അത് അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതായത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ്, ഈ പ്രോഗ്രാമുകളിലൊക്കെ ഉൾപ്പെടുന്ന മെയിനായിട്ടുള്ള എയിം എന്താ? മനുഷ്യരുടെ ഇടയിൽ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ എന്ത് ചെയ്യണം? റീപ്രൊഡക്ഷനുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത ആസ്പെക്ട്സിലൊക്കെ അവർക്ക് അവെയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യണം? സപ്പോർട്ട് ഫോർ ബിൽഡിംഗ് ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി, ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റിയെ സൃഷ്ടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുക? മനുഷ്യരുടെ ഇടയിൽ അവെയർനെസ് കൊടുക്കുക, അതുപോലെ തന്നെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ
പ്രോഗ്രാമുകളുടെയൊക്കെ മെയിനായിട്ടുള്ള എന്തെന്ന് പറയുന്നത് ടാസ്ക് അല്ലെങ്കിൽ അവരുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. With the help of audio, visual and the print media, governmental and non-governmental agencies have taken various steps to create awareness among the people about reproduction related ആസ്പെക്റ്റ്. റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആസ്പെക്റ്റുകളിലൊക്കെ ആളുകളുടെ ഇടയിൽ അവയർനെസ് കൊടുക്കാൻ ഗവൺമെൻറ് ആയിക്കോട്ടെ നോൺ ഗവൺമെൻറ് ആയിക്കോട്ടെ ഓഡിയോ വിഷ്വൽ മീഡിയ, അതായത് ഓഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോ വഴിയും വിഷ്വൽ എന്ന് പറയുമ്പോൾ TV വഴിയാണെങ്കിലും അല്ലാതെ പ്രിൻറ്റ് മീഡിയ നോട്ടീസുകളായിട്ടും ഒക്കെ ആളുകളുടെ ഇടയിൽ എന്താ അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ആയിക്കോട്ടെ നോൺ ഗവൺമെൻറ്റൽ ഏജൻസീസും കൊടുത്തിട്ടുണ്ട്. Parents, other close relatives, teachers and friends also have a major role in the dissemination of the above information. ഈ റീപ്രൊഡക്ഷന് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളൊക്കെ പിന്നെ ബാക്കിയുള്ളവരിൽ എത്തിക്കേണ്ടത് ആരുടെ കടമയായി കേൾക്കുന്ന പേരൻസ് ആയിക്കോട്ടെ കുട്ടികളിലേക്ക് പകരണം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അവരും പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അറിയുന്ന കാര്യം മറ്റ് ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കണം, റിലേറ്റീവ്സിനോടൊക്കെ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, ഈ റീപ്രൊഡക്ഷനായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കണം. Introduction of sex education in school should also be encouraged to provide right information to the young so as to discourage children from believing in myth and having misconceptions about sex-related aspects. സെക്സ്-റിലേറ്റഡ് ആസ്പെക്ട്സിൽ മിസ്കൺസെപ്ഷൻസും മിത്തും, അതായത് ഐതിഹ്യങ്ങളും കുറേ കള്ളക്കഥകളും ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ വെക്കണം. സെക്സ് എഡ്യൂക്കേഷൻ റൈറ്റ് ടൈമിൽ കൊടുക്കുകയാണെങ്കിൽ എന്താ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ചുമ്മാ കെട്ടുകഥകളൊന്നും ഈ സെക്സിനെ പറ്റി വിശ്വസിച്ച് നടക്കേണ്ട കാര്യം വരത്തില്ല. പ്രോപ്പർ ഇൻഫർമേഷൻ അബൌട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ്, അഡോളസൻസ് ആൻഡ് റിലേറ്റഡ് ചേഞ്ചസ്, സേഫ് ആൻഡ് ഹൈജീനിക് സെക്ഷൽ പ്രാക്ടീസസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എക്സെട്ര വുഡ് ഹെൽപ്പ് എസ്പെഷ്യലി ദോസ് ഇൻ ദ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് ടു ലീഡ് എ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ലൈഫ്. ഏറ്റവും കൂടുതൽ വഴിതെറ്റിപ്പോവാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ആൻസൈറ്റി എക്സൈറ്റ്മെൻറ്റ് ഒരു കാര്യം എന്താണെന്ന് അറിയാനൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആഗ്രഹമുള്ളൊരു ടൈമാണ് അഡോളസൻ്റ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡോളസൻ്റ് ഏജിൽ കൃത്യമായിട്ട് നമുക്ക് അവർക്കൊരു എഡ്യൂക്കേഷൻ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ലൈഫ് നയിക്കാൻ കഴിയും. കാരണം അഡോളസൻസ് എന്താണെന്ന് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അഡോളസൻ്റ് ഏജിൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും, സെക്ഷലി അല്ലെങ്കിൽ ഫിസിക്കലി അവർക്ക് മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ ഹെൽത്തി സെക്സ് എങ്ങനെ നടത്താം, അതുപോലെ തന്നെ അപ്പോൾ വരുന്ന മാറ്റങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്ക് ബിഹേവ് ചെയ്യാം ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അഡോളസൻ്റ് ഏജിൽ തന്നെ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ലൈഫ് നയിക്കാൻ പറ്റും. Educating people, especially fertile couples and those in marriageable age group, about available birth control options, care of pregnant mothers, postnatal care of the mother and child, importance of breastfeeding, equal opportunities for the male and the female cell, etc. would address the importance of bringing up socially conscious, healthy families of desired size. കല്യാണപ്രായമായ ആളുകളെ നമ്മൾ ബോധവൽക്കരിക്കണം. അതുപോലെ തന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസ്, അതായത് അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരാണ് ഫെർട്ടൈൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കണം. ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഉണ്ട്. ചിലർക്ക് കുട്ടികളെ കല്യാണം കഴിച്ച ഉടനെ വേണമെന്നില്ലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡുകളുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയുടെ സൈസ്, ഇപ്പം ചിലർക്ക് ഒരുപാട് കുട്ടികളെ ഒന്നും പറ്റത്തില്ലായിരിക്കും. അവരുടെ ഒരു സാഹചര്യങ്ങളനുസരിച്ചിട്ട് അല്ലെങ്കിൽ ജീവിത സാഹചര്യം വെച്ചിട്ട് അവർക്ക് 2 കുട്ടികളിൽ കൂടുതലൊന്നും പറ്റത്തില്ലായിരിക്കും. അപ്പം അങ്ങനെ വെച്ചിട്ട് അവർക്ക് ബർത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ട് എന്ന് അവരെ ബോധവൽക്കരിക്കണം.
കെയർ ഓഫ് പ്രഗ്നൻറ്റ് മദേഴ്സിനെ എങ്ങനെയാണ് കെയർ ചെയ്യണമെന്ന്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചില പ്രഗ്നൻറ്റ് മദേഴ്സ് ആണെങ്കിൽ അവർക്ക് റെസ്റ്റ് ആയിരിക്കും. പല പ്രഗ്നൻറ്റ് ലേഡീസിനും പല രീതിയിലായിരിക്കും അവർക്ക് അവരുടെ പ്രഗ്നൻസി കാലഘട്ടം കഴിഞ്ഞു പോകേണ്ടത്. ചിലർക്ക് റെസ്റ്റ് വേണം, ചിലർക്ക് എന്തായിരിക്കണം എക്സസൈസൊക്കെ ചെയ്യണമായിരിക്കും. അപ്പം അതൊക്കെ പ്രഗ്നൻസി ടൈമിൽ അവരെങ്ങനെ കെയർ ചെയ്യണം അതെല്ലാം അതിനെപ്പറ്റി ഒക്കെ അവെയർ ആയിരിക്കണം. ഡോക്ടറിനെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടറിനെ പോയി കാണണം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബോധവൽക്കരണം കൊടുക്കണം. പിന്നെ പോസ്റ്റ് നേറ്റൽ കെയർ ഓഫ് ദ മദർ ആൻഡ് ചൈൽഡ്. ഇപ്പം കുഞ്ഞുണ്ടായി കഴിഞ്ഞെങ്കിൽ ആ ചൈൽഡിനെയും അമ്മയെയും ഒരുപോലെ തന്നെ സംരക്ഷിക്കണം. അതെങ്ങനെയാണെന്ന് അതിനെപ്പറ്റി കുഞ്ഞിന് കൃത്യസമയത്ത് ഇഞ്ചക്ഷൻസ് കൊടുക്കണം. അതുപോലെ അമ്മയ്ക്കും ഉണ്ട്. അപ്പം അതെല്ലാം അതിനെപ്പറ്റിയൊക്കെ കൃത്യമായ അവയർനെസ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ചൈൽഡ് ആണെങ്കിലും രണ്ടുപേരെയും ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം കൊടുക്കണം. ഇതൊക്കെ എന്ത് ചെയ്യണം? നല്ല സോഷ്യലി കോൺഷ്യസ് ഹെൽത്തി ഫാമിലീസിന് ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻസ് എല്ലാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അവെയർനെസ് ഓഫ് പ്രോബ്ലംസ് ഡ്യൂ ടു അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. Social evils like sex abuse and sex-related crimes, etc. need to be created to enable people to think and take up necessary steps to prevent them and thereby build up a socially responsible and healthy society. അതുപോലെ തന്നെ ഒരു കൺട്രോളില്ലാത്ത പോപ്പുലേഷൻ ഗ്രോത്ത് കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ഫുഡിൻ്റെ സ്കേഴ്സിറ്റി വരും, വാട്ടറിൻ്റെ റിസോഴ്സസിൻ്റെ ഒക്കെ സ്കേഴ്സിറ്റി വരും. പല റിസോഴ്സസും ആൾക്കാർ കൂടുമ്പോൾ എന്ത് വേണം? ഒന്നെങ്കിൽ സോഴ്സ് അതുപോലെ ഉണ്ടാവണം. അപ്പം അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ ആൾക്കാർക്ക് അവെയർ കൊടുക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ബർത്ത് കൺട്രോൾ മെത്തേഡ്സൊക്കെ ഉണ്ട്. അപ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയും. പിന്നെന്താ? സോഷ്യൽ ഈവിൾസ് ലൈക്ക് സെക്സ് അബ്യൂസ് ആൻഡ് സെക്സ് റിലേറ്റഡ് ക്രൈം എക്സെട്ര. സെക്സ് അബ്യൂസുകളും അതുപോലെ തന്നെ സെക്സ് റിലേറ്റഡ് ക്രൈംസ്, റേപ്പ് ചെയ്ത് കൊല്ലുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയൊക്കെ എന്ത് ചെയ്യാം? അവെയർനെസ്, അതുണ്ടാക്കുന്ന പ്രോബ്ലംസിനെ പറ്റിയൊക്കെ ബോധവൽക്കരണം ഒക്കെ നടത്തണം. എന്തിനു വേണ്ടിയാ? ഇതെല്ലാം മാറ്റിയിട്ട് ഒരു നല്ല സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹെൽത്തി സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെപ്പറ്റി എല്ലാം ബോധവൽക്കരണം കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് ആക്ഷൻ പ്ലാൻസ് ടു അറ്റൈൻ reproductive health requires strong infrastructural facilities, professional expertise and material support. നമുക്കറിയാം ഗവൺമെൻറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് പല പ്ലാനുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇതൊക്കെ സക്സസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഇതൊക്കെ എന്തായിരിക്കണം? ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു ഹെൽത്തി സൊസൈറ്റി ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. അത് മാത്രം പോരാ, പിന്നെ എന്താണ്? പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്, അതായത് ഡോക്ടേഴ്സിനെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ വിഷയങ്ങളെപ്പറ്റി പഠിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ സപ്പോർട്ടും ഒരുപാട് സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പ്ലാനുകളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദീസ് ആർ എസെൻഷ്യൽ ടു പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് ആൻഡ് കെയർ ടു പീപ്പിൾ ഇൻ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ലൈക്ക് പ്രഗ്നൻസി. അതായത് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് പ്രോബ്ലങ്ങളായിട്ടുള്ള പ്രഗ്നൻസി ആയിക്കോട്ടെ, ഡെലിവറി ആയിക്കോട്ടെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, അബോർഷൻ, കോൺട്രസെപ്ഷൻ, മെൻസ്ട്രൽ പ്രോബ്ലംസ്, ഇൻഫെർട്ടിലിറ്റി എക്സെട്ര. ഇതിനൊക്കെ ആളുകൾക്ക് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ സപ്പോർട്ട് കൊടുക്കാനും അതുപോലെ തന്നെ കെയർ കൊടുക്കാനൊക്കെ ഈ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതുപോലെ പേഴ്സണൽ എക്സ്പെർട്ടൈസ് വേണം. അതുപോലെ മെറ്റീരിയൽ സപ്പോർട്ടും ആവശ്യമാണ്. Implementation of better techniques and new strategies from time to time are also required to provide more efficient care and assistance to people. അത് മാത്രമല്ല
ഒരുപാട് നല്ല ടെക്നിക്കുകളും സ്ട്രാറ്റജീസും കാലം മാറുന്നതനുസരിച്ചിട്ട് പുതിയ പുതിയ ടെക്നോളജീസും ഒക്കെ വരുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള ടെക്നിക്കുകളും സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ ആളുകൾക്ക് നമുക്ക് ഹെൽത്തി ഒരു സൊസൈറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഈസി ആയിരിക്കും. അവരെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറേ ഹെൽപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് ചെയ്യാൻ പറ്റും ബെറ്റർ ടെക്നിക്ക് സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോൾ. Statutory ban on amniocentesis for sex determination to legally check increasing menace of female feticides, massive child immunization, etc. are some programs that merit mention in this connection. അതായത് പുതിയ പുതിയ സ്ട്രാറ്റജീസ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതിൽ ഉൾപ്പെടുന്നതാണ് എന്താ സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ അമ്നിയോസെൻറ്റസിസ്. അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടത്താൻ പറ്റും, പക്ഷേ അത് അമ്നിയോസെൻറ്റസിസ് നടത്തണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താ, ഫീമെയിൽ ഫീറ്റിസൈഡ്സ് ഒക്കെ കൂടിയപ്പം ആണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബാനൊക്കെ നടത്തിയത്. അതായത് ഈ അമ്നിയോസെൻറ്റസിസ് നടത്തുവാണെങ്കിൽ കുഞ്ഞിൻ്റെ നമുക്ക് സെക്സ് അറിയാൻ പറ്റും, ഫീമെയിൽ ആണോ അതോ മെയിലാണോ എന്നുള്ളത്. ഇപ്പം ഫീമെയിൽ ആണെങ്കിൽ ചില പേരൻസ് എന്ത് ചെയ്യും, അബോർഷൻ നടത്തും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ അമ്നിയോസെൻറ്റസിസ് ഇപ്പം നടത്തത്തില്ല, അതിൽ ബാൻ വന്നിരിക്കുകയാണ്. അപ്പം അതൊക്കെ എന്താ പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവന്നെന്നുള്ളതിന് ഒരു എക്സാമ്പിളായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, amniocentesis for sex determination to legally check increasing menace of female feticides. അതെന്തിനാ അമ്നിയോസെൻറ്റസിസ് ബാൻ ചെയ്തതുകൊണ്ട് തന്നെ എന്താ ഫീമെയിൽ ഫീറ്റിസൈഡ്സ് ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ അതിനൊരു എന്താ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാസീവ് ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ എക്സെട്ര. ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ, അതായത് നമ്മൾ കൃത്യസമയത്ത് വാക്സിൻസ് ഒക്കെ കൊടുക്കുന്നതൊക്കെ പുതിയ പുതിയ സ്ട്രാറ്റജീസ്, അതൊക്കെ നമ്മൾ ബെറ്ററായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് എന്താ ചൈൽഡ് ഇമ്മ്യൂണൈസേഷനും സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ അമ്നിയോസെൻറ്റസിസും. ഇൻ അമ്നിയോസെൻറ്റസിസ്, സം ഓഫ് ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഓഫ് ദ ഡെവലപ്പിംഗ് ഫീറ്റസ് ഇസ് ടേക്കൺ ടു അനലൈസ് ദ ഫീറ്റൽ സെൽസ് ആൻഡ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ്. എന്താ അമ്നിയോസെൻറ്റസിസിൽ എന്താ ചെയ്യുന്നത്, അമ്നിയോസെൻറ്റസിന് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുക്കുക, കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഫീറ്റലിൻ്റെ സെല്ലുകൾ അനലൈസ് ചെയ്യും. അതുപോലെ അതിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസ്, അതൊക്കെ എന്തെങ്കിലും ഡിസീസൊക്കെ ഉണ്ടോ എന്ന് അറിയാനും കുഞ്ഞിന് വരാതിരിക്കാനും ഒക്കെ നമുക്ക് എന്താ ലീഗലി അത് പറ്റും. പക്ഷേ അല്ലാതെ ഒരു ഫീറ്റസിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഫീമെയിൽ ഫീറ്റിസൈഡ്സ് കൂടാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, അമ്നിയോസെൻറ്റസിസ് അതിന് വേണ്ടി, അതായത് സെക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലോ വന്നു. This procedure is used to test for the presence of certain genetic disorders. കണ്ടോ, എന്തിനു വേണ്ടി അത് ശരിക്കും ചെയ്യുന്നത്, ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ഡൗൺ സിൻഡ്രോം, ഹീമോഫീലിയ, അതൊക്കെ നമ്മൾ പഠിക്കും. ഇനി ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മളെല്ലാം പഠിക്കും. അപ്പം ഇങ്ങനത്തെ അസുഖങ്ങൾ, ഡൗൺ സിൻഡ്രോം, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഇങ്ങനത്തെ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടോ എന്നറിയാൻ ആക്ച്വലി നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുക്കുന്നത്. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്തിട്ട് ഫീമെയിലിൻ്റെ അല്ലെങ്കിൽ ഫീറ്റസ് ഫീമെയിൽ ആണോ എന്നറിയാനും ഒക്കെയും ചിലർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് സ്റ്റാറ്റ്യൂട്ടറി ബാൻ വന്നത്. ഡിറ്റർമൈൻ ദ സർവൈവബിലിറ്റി ഓഫ് ദ ഫീറ്റസ്. ശരിക്കും അതെന്തിനായിരുന്നു, ആ ഫീറ്റസ് ജീവിക്കുമോ, അതിന് എന്തെങ്കിലും അസുഖങ്ങൾ പേരൻറ്റിൽ നിന്ന് പാസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാനാണ്. പക്ഷേ അതൊരു സെക്സ് നിർണ്ണയിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ എന്ത് ചെയ്യുക, ലീഗലി അത് ബാൻ ചെയ്തു. Research on various reproduction related areas are encouraged and supported by government and non-governmental agencies to find out new methods or to improve upon the existing one. അതായത്
റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയസിൽ ഒരുപാട് റിസർച്ചസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നോൺ ഗവൺമെൻറ്റൽ ഏജൻസീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? പുതിയ പുതിയ മെത്തേഡുകൾ എന്തെങ്കിലും കണ്ടുപിടിക്കാനും. ഇപ്പം ഇൻഫെർട്ടിലിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. എന്താ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തുക, സിഫ്റ്റ്, അങ്ങനെയുള്ള കുറേ എക്സാമ്പിൾസ് പറഞ്ഞത് അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ റീപ്രൊഡക്ഷന് പല പ്രോബ്ലംസ് ഉണ്ട്. ഈ ഓരോ പ്രോബ്ലംസിന് വേണ്ടി പല മെത്തേഡുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഗവൺമെൻറ് ആണെങ്കിലും നോൺ ഗവൺമെൻറ്റൽ ഏജൻസീസ് ആണെങ്കിലും റിസർച്ചസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Do you know that Saheli, a new oral contraceptive for the females, was developed by scientists at the Central Drug Research Institute in Lucknow, India? നിങ്ങൾക്കറിയാമോ, ഇപ്പോഴത്തെ ഒരു ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവാണ്. അതായത് വഴി കഴിക്കാൻ പറ്റുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബർത്ത് കൺട്രോൾ ഒരു മെത്തേഡിനാണ് കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. സഹേലി എന്ന് പറയുന്നത് ഫീമെയിലിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോൺട്രാസെപ്റ്റീവാണ്. അത് കണ്ടുപിടിച്ചത് എവിടെയാണെന്നാണ്? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ലക്നൗ, ഇന്ത്യയിലാണ് ആ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് കണ്ടുപിടിച്ചത്. സഹേലിയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഇത് ആ ഒരു റിസർച്ചസ് ഒക്കെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ഏരിയാസിൽ റിസർച്ചസ് നടക്കുന്നുണ്ട് എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് പുതിയതായി കണ്ടുപിടിച്ച ഒരു സഹേലി എന്ന് പറഞ്ഞ ഓറൽ കോൺട്രാസെപ്റ്റീവ്. അത് ആർക്കുള്ളതാണ്? ഫീമെയിലിന് കഴിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പിന്നെ പഠിക്കാം. Better awareness about sex-related matters, increased number of medically assisted deliveries, and better postnatal care leading to decreased maternal and infant mortality rates, increased number of couples with small families, better detection and cure of STDs, and overall increased medical facilities for all sex-related problems, etc. all indicate improved reproductive health of the society. ഒരു ഇംപ്രൂവ്ഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി ആണെന്നുള്ളതിന് ഒരു സൂചന എന്തൊക്കെയാണ്? ഒന്ന്, എല്ലാവർക്കും എന്തിനെപ്പറ്റി ഒരു സെക്സ് റിലേറ്റഡ് മാറ്ററിനെ പറ്റി നല്ല അവയർനെസ് ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടറിനെ കാണിച്ചിട്ട് ഡെലിവറി നടക്കുന്നത്. ഇപ്പം നമുക്കറിയാം, പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ, പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ലാസ്റ്റ് ഡെലിവറി സമയത്ത് തന്നെ ഡോക്ടറൊന്നും വേണമെന്നില്ല, ചിലപ്പം തന്നെയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള അറിയാവുന്ന വൈറ്റാട്ടിമാർ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന പതിവൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പം പക്ഷെ അങ്ങനെയൊന്നുമല്ല. പ്രഗ്നൻസിയിൽ കൂടെ കോംപ്ലിക്കേഷൻസ് ഒക്കെ എന്താണെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്കറിയത്തില്ല. അപ്പം ഒരു ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെ എന്തിനൊരു ഇൻഡിക്കേഷനാണ്. ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി ആണെന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. പിന്നെ അമ്മയും കുഞ്ഞും ഇത് കഴിഞ്ഞാലും ഡെലിവറി കഴിഞ്ഞാലും അമ്മയും കുഞ്ഞും ഒരു കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതും ഇതിനൊരു ഇൻഡിക്കേഷനാണ്. പിന്നെ അതുപോലെ തന്നെ സ്മോൾ ഫാമിലീസ്, ഒരുപാട് ബർത്ത് കൺട്രോൾ മെത്തേഡ്സിനെ പറ്റിയൊക്കെ അവയർനെസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ സ്മോൾ ഫാമിലി ഉണ്ടാവുന്നത്. അപ്പം അതൊരു ഇൻഡിക്കേഷനാണ് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി ആണെന്ന്. പിന്നെ ബെറ്റർ ഡിറ്റക്ഷൻ ആൻഡ് ക്യൂർ ഓഫ് STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയുള്ള കുറേ മെത്തേഡ്സിനെ പറ്റി അവെയർ ആയിരിക്കുക. പിന്നെ ഓവറോൾ ഇൻക്രീസ്ഡ് ഫെസിലിറ്റീസ് ഫോർ ഓൾ സെക്സ് റിലേറ്റഡ് പ്രോബ്ലം, എല്ലാ സെക്സ് റിലേറ്റഡ് പ്രോബ്ലംസിന് ഏകദേശം ഫെസിലിറ്റീസൊക്കെ അത് തീർക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസൊക്കെ ഉണ്ടാവുന്നത് തന്നെ എന്തിനൊരു ഇൻഡിക്കേഷനാണ്? ഇംപ്രൂവ്ഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഓഫ് ദ സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ആയി എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അപ്പം ഇത്രയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.